നിങ്ങളിപ്പോ ഈ കാണുന്ന മലകളെ പാണ്ഡവ മലകൾ എന്ന് പറയും. ഈ മലയുടെ ആ ഭാഗത്ത് ലക്ഷക്കണക്കേക്കറിന്റെ കരിമ്പിൻ തോട്ടം, മലയുടെ ഈ ഭാഗത്ത് കുറച്ച് താഴെ ഇറങ്ങി വന്നാൽ ഗവൺമെന്റ് ഷുഗർ ഫാക്ടറി. അതാണിത്. അവിടെ വിളയുന്ന കരിമ്പ് ഈ ഫാക്ടറിയിലേക്ക് സപ്ലൈ ചെയ്യും. ഈ ആകാശക്കോട്ടയൊക്കെ കിട്ടൂല അതുപോലെ അല്ലേ? ഈ മലയടിവാരത്തിൽ നിന്ന് 30 കിലോമീറ്റർ വരെ, അതുപോലെ ആ മലയടിവാരത്തിൽ നിന്ന് 30 കിലോമീറ്റർ വരെ ഫാക്ടറിയിലേക്ക് വരാൻ വഴിയില്ലെന്നേ. ഇവിടുന്ന് പുറപ്പെട്ട് 60 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം ഈ ഫാക്ടറിയിലേക്ക് എത്തിപ്പെടാൻ. അതുകൊണ്ടല്ലേ ഈ ഫാക്ടറിക്ക് കിട്ടുന്ന ലാഭം ഇല്ലാതാവുന്നത്. അതുകൊണ്ടാ കൊല്ലങ്ങളായിട്ട് ഈ ഫാക്ടറി മൂടിയിരിക്കുന്നത്. ഈ ഫാക്ടറി ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലൂടെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നു. എന്താണ് സ്കീം? അതെ, ഈ കള്ളന്മാര് തമ്മിൽ നാട് പങ്കിടുക എന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിലെ MLA-മാരും അച്ഛനെ പോലെയുള്ള മിനിസ്റ്റേഴ്സും തരിശു ഭൂമികളൊക്കെ തുച്ഛമായ കാശിന് വേണ്ടി അവരുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടി വാങ്ങിക്കുന്നതിന് വെച്ച പേരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് സ്കീം. ഒന്ന് വായടക്കേ. പാവം 1/2 കോടി കൊടുത്ത് വാങ്ങിയതാ. അതെ അതെ, 10 കോടി കൊടുത്ത് 250 കോടിയുടെ ഫാക്ടറിയാണ് വിഴുങ്ങിയത്. ഈ 60 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി പോകുന്നോണ്ടേ ഞങ്ങളുടെ ലാഭത്തിന് പ്രശ്നം ഉണ്ടാവും. അങ്ങനെയല്ല. ഈ പാണ്ഡവ മലകൾക്കിടയിലൂടെ ഇങ്ങനെ റോഡ് ഇടുകയാണെങ്കിൽ ജസ്റ്റ് 5 കിലോമീറ്ററിൽ കരിമ്പ് ഫാക്ടറിയിലേക്ക് എത്തുന്നതായിരിക്കും. എന്താ അങ്ങനെ പറഞ്ഞത്? ഈ റോഡ് അപ്പോഴേ ഇട്ടിരുന്നെങ്കിൽ ഫാക്ടറിക്ക് ലാഭമായിരുന്നില്ലേ? ഇത് പറഞ്ഞെന്ന് പറഞ്ഞാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഡെഡ് ബോഡി വെള്ളത്തിൽ പൊങ്ങി കിടന്നത്. അതെന്താ അങ്ങനെ? പിന്നെ ഇവിടുന്ന് വരുന്ന 55 കിലോമീറ്ററിന് റോഡ് ഷോർട്ടായ കോൺട്രാക്ടിന് ലാഭമല്ലേ ഇല്ലാതാവുന്നത്. അതുകൊണ്ട് കോൺട്രാക്ടർ തന്നെ എഞ്ചിനീയർ കൊന്നതെന്ന് ജനങ്ങൾ പറയുന്നത്. ആരാ കോൺട്രാക്ടർ? എന്റെ അച്ഛൻ തന്നെ. ഫാക്ടറിയിലേക്ക് കരിമ്പ് സപ്ലൈ ചെയ്യുന്ന ലോറിയുടെ കോൺട്രാക്റ്റും ഇവന്റെ അച്ഛനായി എടുത്തത്. അതായത് കരിമ്പ് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുന്നത് പോലെ ഫാക്ടറിക്ക് കിട്ടുന്ന എല്ലാ ലാഭവും ഇയാളാണ് എടുത്തിരുന്നത്. ഇപ്പൊ ഫാക്ടറിയും മുഴുവനായിട്ട് അങ്ങ് വിഴുങ്ങി. ലോയർ സാർ മതി. ഇപ്പോ ഈ ഫാക്ടറിക്ക് വേണ്ടി റോഡ് ഇടുന്നതിന് ഇവിടെയുള്ള കർഷകരുടെ പക്കൽ നിന്ന് ഈ സ്ഥലം ചോദിച്ചോ ഭീഷണിപ്പെടുത്തിയോ വാങ്ങിച്ചേക്കണം. എനിക്ക് മനസ്സിലായി. എന്താ ചോദിക്കില്ലേ? ചോദിച്ചില്ലെങ്കിൽ നീ പറയില്ലേ? ഒന്ന് പറ. ഇപ്പോ ഈ പണിയെല്ലാം ലോയർ, MRO, ഈ ഇൻസ്പെക്ടർ എല്ലാരും കൂടി ചേർന്ന് ചെയ്യണം. ഇറങ്ങിക്ക വേഗം ഇറങ്ങിക്ക. ഇരുന്നുറങ്ങിയതൊക്കെ മതി. നല്ലൊരു ചായ കുടിച്ചേക്കാം. അമ്മേ ചേട്ടാ, ഒരു ചൂട് ചായ, മധുരം കൂടുതലായിക്കോട്ടെ. ഈ ഷർട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് ഈ കോലത്തിന് സൂട്ട് ആവുമെന്ന് നോക്കണം. മനുഷ്യ, ഇന്നത്തെ പെൺകുട്ടികള് പേഴ്സും ഡ്രസ്സും മാത്രമേ നോക്കാറുള്ളൂ, അല്ലാതെ പേഴ്സണാലിറ്റി നോക്കാറില്ല. അതെയോ? Yeah. എടോ, ആ. ആ കൂളിംഗ് ഗ്ലാസ് ഇട്ടത് ആദ്യം നീ ഒന്ന് അഴിക്ക് നോക്കട്ടെ. ഓക്കേ. അമ്മോ, ഇതെത്ര? ഓഹോ, ഇതെത്രയാ? 3. ഇത്രയുള്ളൂ നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഇടത്തെ കണ്ണിൽ നോക്കിയ 2, വലത്തെ കണ്ണിൽ നോക്കിയ 1, 2 കണ്ണിൽ നോക്കിയ 4. സാറേ, ആശാനെ. എന്താണ് ആശാനെ, സുഖം തന്നെ അല്ലേ? സുഖമില്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലുണ്ടാവും, മനസ്സ് ശരിയല്ലെങ്കിൽ ബാറിലുണ്ടാവും, എല്ലാം ശരിയാണെങ്കിൽ ചായക്കടയിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇത് തന്നെയാ. അതിരിക്കട്ടെ, കുറച്ചു ദിവസമായിട്ട് ആളെ കണ്ടില്ലല്ലോ, ഇവിടെ ഇല്ലായിരുന്നു. ഷേവ് ചെയ്യാൻ വേണ്ടി ഷൊർണൂർ പോയിരുന്നതാ. കട്ടിങ് ചെയ്യാൻ കാലിക്കറ്റ് പോയിരുന്നു. കുളിക്കാൻ വേണ്ടി കുളത്തൂർ പുഴ പോയിരുന്നു. ടിഫൻ കഴിക്കാൻ വേണ്ടി തൃശ്ശൂർ പോയിരുന്നു. കാപ്പി കുടിക്കാൻ വേണ്ടി കാസർഗോഡ് പോയിരുന്നു. ഊണ് കഴിക്കാൻ ഊട്ടി പോയിരുന്നു. ബിരിയാണി തിന്നാൻ ബാംഗ്ലൂർ പോയിരുന്നു. കുറച്ച് വിവരമില്ലാത്ത കഴുതകളെ കാണാൻ ഇങ്ങോട്ട് വന്നതാ. എന്തൊരു ചരക്ക, അടിപൊളി. വെളുത്ത് വെള്ളാരം കല്ല് പോലെ എന്തൊരു സൗന്ദര്യമായി ഇവൾക്ക്. ഇവളുടെ അച്ഛൻ ആരായിരിക്കും? അവളുടെ അച്ഛൻ ഞാനാ. മനസ്സിലായില്ലേ? സൗന്ദര്യം ആസ്വദിക്കാൻ നിനക്ക് 2 കണ്ണ് മതിയാവുന്നില്ലല്ലേ? അവള് സംസാരിക്കുന്ന കേൾക്കാനേ നിന്റെ ഈ 2 ചെവി മതിയാവില്ല കേട്ടോ, സൂക്ഷിച്ചോ. എന്നാണ് പറയുന്നേ? എടോ കണ്ടക്ടറെ, എടോന്നോ? ബസ്സിൽ പോകുമ്പോ ചില്ലറയില്ല പിന്നെ തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ മറന്നുപോന്ന് വിചാരിച്ചോ? അല്ല, വേണമെങ്കിൽ ബാഗിൽ നോക്ക്. തന്റെ ബാഗ് ഇങ്ങനെ നോക്കി നിൽക്കാൻ മാത്രം അതിൽ എന്ത് കോപ്പാണുള്ളത്? മണ്ട. ആരമണ്ടനോ? അതേടോ കൊരങ്ങ. 1 രൂപ തനിക്ക് നിസ്സാരാണല്ലേ? 1 രൂപയ്ക്ക് പാല് വാങ്ങിക്കാം, മോര് വാങ്ങിക്കാം, പഞ്ചസാര വാങ്ങിക്കാം, ബീഡി വാങ്ങിക്കാം, അരമുറി തേങ്ങ വാങ്ങിക്കാം, മാങ്ങ വാങ്ങിക്കാം, വെള്ളരിക്ക വാങ്ങിക്കാം, കപ്പലടി വാങ്ങിക്കാം, മുട്ടായി വാങ്ങിക്കാം, ബിസ്ക്കറ്റ് വാങ്ങിക്കാം, ഏലക്ക വാങ്ങിക്കാം, പഴംപൊരി വാങ്ങിക്കാം, ചക്ക വാങ്ങിക്കാം, മുന്തിരി വാങ്ങിക്കാം, കൈതച്ചക്ക വാങ്ങാം, ഉപ്പിലിട്ട മാങ്ങ അച്ചാറും വാങ്ങിക്കാം. ഭഗവാന് നേർച്ചയിടുകയും ചെയ്യാം.
എന്റെ അമ്മോ, ഇത്രയും ഉപകാരങ്ങൾ ഉണ്ടായിരുന്നെന്ന് ആ നോട്ട് പ്രിന്റ് ചെയ്തവന് പോലും അറിയില്ലായിരുന്നു. ഏതോ അറിയാതെ ചെയ്തതല്ലേ, നീ ഒന്ന് ക്ഷമിച്ചേക്കേ. അതിന്റെ ഇടയിൽ താൻ എന്താ സംസാരിക്കുന്ന? അവിടെ മിണ്ടാതിരുന്നാ മതി. മോളെ, സ്വന്തം തന്തയെ വാടാപോടാന്ന് വിളിക്കുന്നത് തെറ്റാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ വാടാ പോടാന്ന് വിളിക്കുമ്പോഴൊക്കെ എന്റെ ചക്ര, എന്റെ മുത്ത് എന്നായിരുന്നു. അത് തെറ്റാണെങ്കിൽ തന്നെ അന്ന് തന്നെ പറയണായിരുന്നു. ഇപ്പൊ വന്നിട്ട് ട്രെൻഡ് മാറ്റം പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. എടാ, താൻ എന്താ വിചാരിച്ച് ജനങ്ങളുടെ അടുത്ത് പൈസ മോഷ്ടിച്ച് ലക്ഷാധിപതി ആയേക്കാന്നോ? നിന്റെ 1 രൂപ കൊണ്ടാണോ ഞാൻ ലക്ഷാധിപതിയാവാൻ പോകുന്നത്? ആ വായിക്കിട്ടൊരെണ്ണം തന്ന പല്ലൊക്കെ കൊഴിയും. അമ്മോ, നോക്കിയിരുന്നോ നീ? ഹലോ, താനൊന്ന് ഇങ്ങ് അടുത്തേക്ക് വാ. നിന്റെ മോളുടെ പ്രകടനം കണ്ട് ഇവന് ഭ്രാന്തായെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ഒരൊറ്റ സർക്കാർ ബസ്സാ. ആ ഒരു സർക്കാർ ബസ് ഇങ്ങനെയൊക്കെ സംസാരിച്ച് വരാതാക്കിയ തലവനായ എന്നെ ചീത്ത വിളിക്കും. ഒരു ഐഡിയ പറഞ്ഞ്. ആപ്പിളിന് കാശ്മീരാണ് ഫേമസ്, ഐഡിയക്ക് അപ്പാസാമിയാണ് ഫേമസ്. അമ്മോ, ഇതിനൊരു കുറവുമില്ല. ആ ശരി 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 ശരി. എടാ, ഈ വസന്തലക്ഷ്മിയെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? കബഡി കളിപ്പിക്കാൻ അതിനെ കൊണ്ട്. ആ എന്റെ വസന്തലക്ഷ്മി, ഞാൻ പറയുന്നൊന്ന് കേക്കുമോളെ. തീർത്ഥയാത്ര പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാമോ? ഉടനെ പോയിട്ട് ഒരു ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ നിനക്ക്? അയ്യോ, അത് ഞാൻ മറന്നുപോയല്ലോ. ദാ നോക്കി എന്റെ ഗണപതിയെ, എന്നും ഇവിടേക്ക് വരികയാണെങ്കിൽ എന്റെ മുറച്ചെറുക്കനായിട്ട് കല്യാണം ആവുന്ന് ദേ ഈ നിൽക്കുന്ന മനുഷ്യൻ എന്നോട് പറഞ്ഞത്. ഒരുപാട് കഷ്ടപ്പെട്ടും ചെലവാക്കിയോ ഞാൻ ഈ യാത്ര മുഴുവനും പൂർത്തിയാക്കിയത്. ഇനി എന്റെ ഹീറോ മുറച്ചെറുക്കനെ കൊണ്ട് എന്റെ കഴുത്തി താലി കെട്ടിക്കേണ്ട ജോലിയെ നിങ്ങളുടെയാ. എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടല്ലോ, ഈ പൂജാരിയെ ഞാനങ്ങ് കൊന്നുകളയും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ, വേറെ ആര് പറയുന്നത് കേൾക്കാതെ ആദ്യം എന്റെ ജോലി പൂർത്തിയാക്ക്. ഇതാ നോക്ക്, 100 പേര് പ്രാർത്ഥിക്കാം, പക്ഷെ ബർത്ത്ഡേയും കൂടി കണക്കിലെടുത്ത് 105 തേങ്ങ ഉടച്ചത്. ആ കാര്യം ഇങ്ങേക്ക് പോലും അറിയാം, ശരിയല്ലേ? അതെ. എല്ലാരും നിന്റെ പിറന്നാളുടെ അന്നല്ല കൊഴക്കട്ട വന്ന് വെക്കുന്നത്, പക്ഷെ ഞാനോ എല്ലാ ആഴ്ചയും കൊണ്ടുവന്ന് തരാറില്ലേ? അതെന്തിനാ സ്വാമി ചെവി അടിച്ചത്? ഈ വസന്തലക്ഷ്മിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ്. അവള് പ്രസാദം വെക്കുന്നത് എനിക്ക് തിന്നുന്നത് നീ, തേങ്ങ പൊട്ടിക്കുന്നത് എനിക്കത് ചമ്മന്തിയാക്കി തിന്നുന്നത് നീ. അവളുടെ ഈ സംസാരം സഹിക്കാൻ വയ്യാതെ എന്റെ ചെവിയിൽ നിന്ന് രക്തം ഒഴുകുക. കഴിഞ്ഞ പ്രാവശ്യം ആണെങ്കിൽ പനി വന്നടാ. ആവശ്യമില്ല, നീ എന്തിനാടാ യാത്രയുടെ ഐഡിയ കൊടുത്തത്? എടാ, എന്തിനാ ഇപ്പൊ ചിരിക്കുന്നേ? എന്നെ കാണുമ്പോ തമാശയായിട്ട് തോന്നുന്നുണ്ടോ? വാ, എന്റെ കൈ കിട്ടിയ നിന്നെ ഞാൻ അങ്ങണ്ടല്ലോ. എന്റെ ഹീറോ എത്തിയെന്നോ? യെസ്, താങ്ക്സ് ഗണേഷ്, എന്റെ ഹീറോ എത്തിയല്ലോ. നിന്നോടാ ഉറങ്ങാനും സമ്മതിക്കില്ല. എന്താ മോളെ, നിന്റെ ചേട്ടൻ ഉറങ്ങിയെണീറ്റോ അല്ല ഞാൻ വരണോ? ഇല്ല ചാ, എപ്പോഴേ എഴുന്നേറ്റു. എന്താ മോളെ, നിന്റെ ചേട്ടൻ ഉറങ്ങി കഴിച്ചോ അതോ ഞാൻ വരണോ? അച്ഛാ, അച്ഛാ, എന്താ മോനെ? ഞാനൊരു ചീത്ത സ്വപ്നം കണ്ടു അച്ഛാ. എനിക്ക് അവിടെ കിടക്കാൻ പേടിയായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേച്ചേ, പട്ടാളക്കാരന്റെ മോന് പേടിയോ? കിടന്നുറങ്ങും മോനെ. മോനെ, എന്റെ രാജ്യം ഇന്ന് യുദ്ധത്തിൽ വിജയിച്ചു. ഞാൻ അവിടെയില്ല, പക്ഷെ എന്റെ മകൻ നീ അവിടെ ഉണ്ട്. എനിക്ക് അഭിമാനം തോന്നുന്നു മോനെ. യുദ്ധത്തിൽ മരണത്തിന്റെ താണ്ഡവം നീ കണ്ടു കാണും. മരണഭയം മനുഷ്യനെ തന്റെ കടമകൾ ചെയ്യാൻ അനുവദിക്കാതെ തടഞ്ഞുകൊണ്ടേയിരിക്കും. മരണത്തിനോട് നമ്മൾ ഒരിക്കലും തോൽക്കരുത്, ജയിക്കണം. മരണത്തെ ജയിക്കുക എന്നാൽ ഭൂമിയുള്ളവരെ ജീവിക്കുക എന്നല്ല അർത്ഥം. മരണത്തെ പുഞ്ചിരിയോടെ വരവേറ്റ് സ്വീകരിക്കുക എന്നതാണ്. ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും നമ്മൾ ധൈര്യം കൈവെടിയാൻ പാടില്ല. അച്ഛന് നിന്നിൽ ഒരുപാട് വിശ്വാസമുണ്ട്. നീ ചിരിച്ചാൽ സുന്ദരനാടാ ചണ്ടി. ചിരിച്ചില്ലെങ്കിലേ എന്നെ പോലെ ഉണ്ടാവൂ. നിന്റെ അന്ധയായ അനിയത്തിയുടെ കല്യാണ ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിക്കുന്നു മോനെ. അച്ഛാ, എന്റെ മുറച്ചെറുക്കൻ ഇവിടെ എത്തിയല്ലോ. ഇനി അങ്ങോട്ട് പൊളിയാണല്ലോ. ഇനി എല്ലാ ദിവസം അടിപൊളിയാ. അതെ ഏട്ടാ, എന്റെ ഹീറോ ഏട്ടാ. ഇത് കണ്ടില്ലേ എന്റെ നാത്തൂന്? എവിടെയാടി എന്റെ മുറച്ചെറുക്കൻ?
ജ്യോതി, ഏട്ടൻ, ഞാൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എന്താ എന്താ പറ്റിയേ? ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്കോ? ആ നാശം പിടിച്ച ഹാർട്ട് അറ്റാക്ക് ഇങ്ങേക്ക് തന്നെ വരണോ? ഈ നാട്ടിൽ ഒന്നിനും കൊള്ളാത്ത എത്രയോ പേരുണ്ടല്ലോ, അവർക്കൊക്കെ ഇത് വന്നോടായിരുന്നില്ലേ? ഇവിടുത്തെ തലവന് വരായിരുന്നു, ആ കണ്ടക്ടർക്ക് വരായിരുന്നു, ആ ക്ഷേത്രത്തിലെ പൂജാരിക്ക് വരായിരുന്നു. നിങ്ങളുടെ മോൻ എന്നെ കൊണ്ട് കെട്ടിക്കുന്നതിന് മുമ്പ് പോയത് എന്തിനാ? ഇത് നമ്മുടെ വസന്തലക്ഷ്മി അല്ലേ? തലയ്ക്ക് വട്ട. എടി പൊട്ടത്തി, നിന്റെ പ്രായം കൂടിയതല്ലാതെ ബുദ്ധി കൂടിയിട്ടില്ല. സെയിം ടു സെയിം, ചെറുതിലുണ്ടായിരുന്ന പോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. വായടക്ക്. എന്താ പ്രശ്നം? ഞാൻ ചിരിച്ചതാണോ? അതെ, എന്തിനാ കരയുന്നേ? നമ്മൾ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം. അച്ഛൻ പറഞ്ഞിട്ടുള്ളതാ. അച്ഛൻ പറഞ്ഞ അത് വേദവാക്യാ. വിഷമം വന്നാ കരയാൻ പാടില്ല. നമ്മൾ വേണം അതിനെ കരയിക്കാൻ, അതും ചിരിച്ചുകൊണ്ട്. അതാണ് അച്ഛന്റെ പോളിസി. ഈ ലോകത്തിന് വേണമെങ്കിൽ അച്ഛൻ മരിച്ചു കാണും, എനിക്ക് നിനക്കും അല്ല. ഇതുവരെ ഞാൻ അച്ഛനോട് സംസാരിക്കായിരുന്നു. അച്ഛൻ മലയുടെ മുകളിൽ ഒരു വീട് കെട്ടി സന്തോഷമായിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ കല്യാണക്കാരി എന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക. പറയ്, നിനക്ക് എങ്ങനത്തെ ചെക്കനാ വേണ്ടത്? സോളിഡ് ആയിട്ട് തിരുപ്പതി ലഡ്ഡു പോലെ ഉണ്ടാവണോ, അതോ കറുത്ത് മെലിഞ്ഞ കരിമ്പിനെ പോലെ ഉണ്ടാവണോ? ഇത് അന്യായ. നിങ്ങളുടെ മോളുടെ കല്യാണത്തെ കുറിച്ച് മോനോട് പറഞ്ഞതൊക്കെ സമ്മതിക്കുന്നു. എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്താ എന്താ പറഞ്ഞേ? നിങ്ങൾ എന്നെ കൊണ്ട് കെട്ടിക്കണമെന്ന്. എന്നെ ഈ വീട്ടിലെ മരുമോളാക്കണമെന്ന് പറഞ്ഞ അച്ഛൻ എന്തുമാത്രം സ്വപ്നം കണ്ടെന്നറിയോ? ഇതുപോലത്തെ മോശമായ സ്വപ്നങ്ങളൊന്നും എന്റെ അച്ഛൻ കാണാറില്ല. നല്ല സ്വപ്നമേ കാണും. അത് മാത്രമല്ല, ഏതൊരാണിനും നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനായിരിക്കും ആഗ്രഹം, അല്ലാതെ നിന്നെ പോലത്തെ ഒരു കൊരങ്ങനെയല്ല. കറക്റ്റ് ആണ് ഹീറോ ചേട്ടാ. ഞാനൊരു പെൺകുട്ടിയൊന്നുമല്ല, പ്രായപൂർത്തിയായ ഒരു പെണ്ണ്. നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം മുറ്റി നിൽക്കുന്ന ഒരു പെണ്ണ്. ആ സ്വപ്നം നമുക്കങ്ങ് യാഥാർത്ഥ്യമാക്കിയാൽ എന്താ? വാ, നമുക്കത് അനുഭവിക്കാം.